വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിലെ ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫങ്ഷൻസ്. ഓക്കെ, അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഫങ്ഷൻസ് എന്താണ് അതിന്റെ ഡെഫിനിഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ലേറ്റർ വീഡിയോസിൽ ഫങ്ഷൻസിന്റെ ഡിക്ലറേഷൻ, ഡെഫിനിഷൻ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ ഒരു വീഡിയോസിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സി പ്രോഗ്രാമിൽ മെയിൻ ആയിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, ഫങ്ഷൻസും വേരിയബിൾസും. അത് വേരിയബിൾസ് നമ്മൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആണ്. നമുക്ക് ഫങ്ഷൻസിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഫങ്ഷൻ is a set of statements that takes inputs and performs some computation and produces output. ഓക്കെ, അപ്പം ഈ ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ടേക്സ് ഇൻപുട്സ്. ഓക്കെ, അപ്പൊ ഈ ഫങ്ഷൻസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിൽ കുറച്ച് ഇൻപുട്സ് എടുക്കും, then perform some computation and produces output. ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കുറെ സ്റ്റേറ്റ്മെന്റ്സ് കാണും. ആ കുറെ സ്റ്റേറ്റ്മെന്റ്സ് വഴിയായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക്, നമ്മൾ ഫംഗ്ഷൻസ് നോർമലി എഴുതി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കാണാൻ, നമുക്ക് ആ റെക്ടാംഗിളിന്റെ ഏരിയ കാണുക എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതി കൊടുക്കാം. അപ്പൊ ആ ഒരു ഫംഗ്ഷന്റെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? റെക്ടാംഗിളിന്റെ ഏരിയ കാണുക എന്നുള്ളതാണ്. അപ്പൊ റെക്ടാംഗിളിന്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻപുട്സ് ആയിട്ട് എന്തൊക്കെ കൊടുക്കണം? നമ്മള് ലെങ്ത് കൊടുക്കണം, ബ്രെഡ്ത്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളൊരു റെക്ടാംഗിളിന്റെ ഏരിയ കാണുന്ന ഫംഗ്ഷൻസിൽ നമുക്ക് അവിടെ ഇൻപുട്ട് ആയിട്ട് എന്ത് കൊടുക്കണം? ലെങ്ത് കൊടുക്കണം, ബ്രെഡ്ത്ത് കൊടുക്കണം. ഓക്കെ, ഇനി അപ്പം റെക്ടാംഗിൾ ഏരിയ കാണുന്ന ഫംഗ്ഷന്റെ ബോഡിക്കകത്ത് നമുക്ക് എന്താണ് കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും. ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഫംഗ്ഷൻ ആയിരിക്കും ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഏരിയ കാണാനുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതാണ് ഇവിടെ പെർഫോം സം കമ്പ്യൂട്ടേഷൻ എന്ന് ഉദ്ദേശിച്ചത്. നമ്മള് ഫംഗ്ഷന്റെ ബോഡിക്കകത്ത് നമ്മൾ ഇൻപുട്ട് എടുത്തു, ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ഇൻപുട്ട് എടുത്തു, ബോഡിക്കകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടേഷൻ ഓർ എനിത്തിങ്, എന്ത് ടാസ്ക് നമ്മൾ കൊടുക്കുന്ന എന്ത് ടാസ്ക് ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് കാണാം. പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് അത് എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് തരും. ആ ഫംഗ്ഷൻ കുറച്ച് ടാസ്ക് പെർഫോം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് തരും. ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും റിസൾട്ട്? ഔട്ട്പുട്ട് എന്താണ്? ഏരിയ എന്നുള്ളതാണ്. നമ്മളൊരു റെക്ടാംഗിൾ ഏരിയ കാണുന്ന ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏരിയ ആയിരിക്കും. ഓക്കെ, അതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കൊണ്ടത്. നമുക്ക് ഇതിന്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിന്റാക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന്റെ സിന്റാക്സിൽ ഫസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഔട്ട്പുട്ടിന്റെ ടൈപ്പ്, ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിരിക്കുമല്ലോ, ആ വാല്യൂന്റെ ടൈപ്പ് എന്താന്നുള്ളതാണ് നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഏരിയ, റെക്ടാംഗിളിന്റെ ഏരിയ കാണുന്നതിന്റെ ഔട്ട്പുട്ടിലെ ഏരിയ ആണ് നമ്മളുടെ റെക്ടാംഗിളിന്റെ ഏരിയ കാണുന്ന പ്രോഗ്രാമിലെ ഏരിയ ആണ് നമ്മളുടെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഏരിയനെ നമുക്ക് ഞാൻ കൊടുത്ത ലെങ്ത് എന്ന് പറയുന്നതും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇഞ്ച് വേരിയബിൾ ആണ്. എനിക്കിടെ ഇഞ്ച് വാല്യൂ ആണ് ഞാൻ ലെങ്ത് ബ്രെഡ്ത്തും കൊടുത്തത്. അപ്പൊ എനിക്ക് തിരിച്ച് ഏരിയ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ആയിരിക്കും? ഇന്റിജർ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഈ ഔട്ട്പുട്ട് ആണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഈ എക്സാമ്പിളിന്റെ കേസില് എന്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇഞ്ച് ആയിരിക്കും. ഓക്കെ, അത് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് റിട്ടേൺ ടൈപ്പ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എനിക്ക് ഏരിയ ഓഫ് റെക്ടാംഗിളിന്റെ കേസിൽ ഞാൻ ഇഞ്ച് എടുത്തു. പക്ഷെ എനിക്കിപ്പോ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് റിട്ടേൺ ടൈപ്പ് ക്യാർ വരാം, അല്ലാതെ എനിക്ക് ഫ്ലോട്ട് വരാം. അതെന്താണ്? നമ്മുടെ ഒരു ഫംഗ്ഷൻ ഒരു ടാസ്ക് പെർഫോം ചെയ്തിട്ട് നമുക്ക് തരുന്ന ഔട്ട്പുട്ടിന്റെ ടൈപ്പ് എന്താണോ അതാണ് നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് ആയിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആണ്
ഫംഗ്ഷൻ നെയിം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള എന്ത് നെയിം വേണമെങ്കിലും നമുക്ക് ഫംഗ്ഷൻ നെയിം ആയിട്ട് കൊടുക്കാം. പക്ഷെ അവിടെ നമ്മൾ വേരിയബിൾ നെയിമിന് കുറച്ച് റൂൾസ് പറഞ്ഞിരുന്നു. വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ലെറ്റർ ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അപ്പർ കേസ് ലോവർ കേസ് ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ മാത്രമേ ഫംഗ്ഷൻ നെയിം വേരിയബിൾ നെയിമിൽ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെല്ലാം തന്നെ ഈ ഫംഗ്ഷന്റെ നെയിമിനും ബാധകമായിരിക്കും. ഇപ്പൊ ഞാൻ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു, ആ ഒരു ഫംഗ്ഷൻ ഞാനിപ്പോ എക്സാമ്പിൾ കാണിച്ചു. അപ്പൊ നമുക്ക് അതിന് എന്ത് പേര് കൊടുക്കാം? ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പേര് കൊടുക്കുവാണ്, ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേരാണ്. നിങ്ങൾ ഫംഗ്ഷന്റെ നെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള എന്ത് പേരും കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ആ നെയിമിങ്ങിന് കുറച്ച് റൂൾസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒബേ ചെയ്തിട്ട് വേണം ഫംഗ്ഷന്റെ നെയിം കൊടുക്കാൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷന്റെ നെയിം കഴിഞ്ഞിട്ട് നമ്മളുടെ പാരാന്തസിസ് ഇടും. ഓക്കെ, പാരാന്തസിസിനകത്താണ് നമുക്ക് എന്തെങ്കിലും ഇൻപുട്സ് പാസ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് എവിടെയാണ്? ഈ പാരാന്തസിസിന് അകത്താണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഏരിയ ഓഫ് റെക്ടാങ്കിളിന്റെ കേസിൽ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ആണ് നമ്മളുടെ ഇൻപുട്സ്. അപ്പൊ ഈ ലെങ്തിന്റെയും ഇൻപുട്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നമ്മുടെ ഈ പാരാന്തസിസിനകത്തായിരിക്കും നമ്മുടെ ഫംഗ്ഷന്റെ ഇൻപുട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാനൊരു ജസ്റ്റ് ബേസിക് ഒരു സിന്റാക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളിനി ഫംഗ്ഷൻ ഡിക്ലറേഷൻ അനുസരിച്ചും ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അനുസരിച്ചും ഫംഗ്ഷന്റെ കോൾ അനുസരിച്ചും ഒക്കെ ഈ സിന്റാക്സിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമുണ്ട്. അത് നമ്മൾ ലേറ്റർ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും റീസൺ കാണുമല്ലോ. നമ്മളിപ്പോ ഫംഗ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 2 റീസൺസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റീസൺസ് ആണ്. ഒന്ന് റീയൂസബിലിറ്റിയും ഒന്ന് അബ്സ്ട്രാക്ഷനും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമുക്ക് റീയൂസബിലിറ്റി എന്താ പറഞ്ഞത് നോക്കാം. റീയൂസബിലിറ്റി പറയുന്നത് വെച്ചാൽ വൺസ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ദാറ്റ് മീൻസ് നമ്മളിപ്പോ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ എപ്പോ വേണമെങ്കിലും റീയൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ റീയൂസബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ലൂപ്പിന്റെ കാര്യം ഓർമ്മ വരികയായിരിക്കും. കാര്യം നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഒരു കോഡ്, ഒരു പെർട്ടിക്കുലർ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഒരു 10 വട്ടം അല്ലെങ്കിൽ ഒരു 15 വട്ടം റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട കേസിലാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അപ്പൊ നമുക്ക് അവിടെ ലൂപ്പ് പോലെ ഫംഗ്ഷൻസ് എന്തിനാന്ന് നമുക്കൊരു ഡൗട്ട് കാണും. പക്ഷെ ലൂപ്പ് എന്ന് പറയാൻ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ 10 വട്ടം ചെയ്യാനാണ്. പക്ഷെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെ പ്രോഗ്രാമില് എനിക്ക് പെർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ ഫസ്റ്റ് ലൈനിൽ ആദ്യം യൂസ് ചെയ്യണം, പിന്നെ എനിക്ക് യൂസ് ചെയ്യണം, പിന്നെ അത് എനിക്ക് 10ാമത്തെ ലൈനിലായിരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ അടുപ്പിച്ചടുപ്പിച്ചാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് എവിടെ വേണമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ്ലി തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ കോഡ് യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയാണെങ്കിലും റാൻഡമായിട്ട് എവിടെ വേണമെങ്കിലും നമുക്കൊരു സെറ്റ് ഓഫ് കോഡ്സ് പിന്നെയും യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടല്ല, നമുക്ക് എവിടെയാണെങ്കിലും ഇപ്പൊ ഫസ്റ്റ് ലൈനിൽ യൂസ് ചെയ്യണം, പിന്നെ എനിക്ക് 10ാമത്തെ ലൈനിലായിരിക്കും, പിന്നെ എനിക്ക് 100ാമത്തെ ലൈനിന്റെ അവിടെ ആയിരിക്കും ആ സെയിം കോഡ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് സെയിം കോഡ് പല സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യേണ്ട കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കോഡ്സിനെ പിടിച്ച് ഫംഗ്ഷൻസ് ആയിട്ട് എഴുതും. അങ്ങനെ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ആ ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ കോഡ്സ് അവിടെ വന്ന് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ആയിക്കോളും. വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ് നമ്മുടെ പ്രിന്റ്എഫും സ്കാൻഎഫും. ഓക്കെ, നമ്മുടെ പ്രിന്റ്എഫ് ഫംഗ്ഷനും സ്കാൻഎഫ് ഫംഗ്ഷനും. കാരണം പ്രിന്റ്എഫ് ഫംഗ്ഷനും സ്കാൻഎഫ് എന്ന് പറയുന്നതും 2 ഫംഗ്ഷൻസ് ആണ് നിങ്ങൾക്ക് അറിയാം. അത് ഓൾറെഡി സി ലൈബ്രറിയിൽ ഉള്ള ഒരു ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ എവിടെയൊക്കെ നമ്മൾ
പ്രോഗ്രാമിൽ പലയിടത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതുന്നത് കൊണ്ടിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് റീയൂസബിലിറ്റി ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും അതിനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്ത് ഒരു വട്ടം നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പിന്നെ അത് എവിടെ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഫയലിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ എന്റെ മെയിൻ പ്രോഗ്രാം കിടക്കുന്നത് ഒരു പ്രോഗ്രാം ഫയലിലാണ്, എന്റെ ഒരു ഫംഗ്ഷൻസ് കിടക്കുന്നത് വേറൊരു ഫയലിലാണെന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ എഴുതി കൊടുത്ത ഒരു ഫംഗ്ഷൻ വേറൊരു ഫയലിലാണ്, ഞാൻ വേറൊരു ഫംഗ്ഷൻ ഫയലിൽ എഴുതി. എന്നിട്ട് ഈ ഫംഗ്ഷൻസിനെ എല്ലാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മള് ഫംഗ്ഷൻസിനെ ഏത് സെപ്പറേറ്റ് ഫയൽസിൽ എഴുതി കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ പ്രോഗ്രാമിന്റെ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ അയച്ചാൽ മതി, നിങ്ങളുടെ പ്രിന്റ്എഫിന്റെയും സ്കാൻഎഫിന്റെയും കാര്യം തന്നെ നിങ്ങൾ എക്സാമ്പിൾ എടുത്താൽ മതി. ഈ പ്രിന്റ്എഫിന്റെ സ്കാൻഎഫിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലാണോ കിടക്കുന്നത്, അത് വേറെ ഏതോ ഫയലിലാണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം ഫയലിൽ തന്നെ എഴുതി കൊടുക്കണം എന്ന് ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഫയൽസിൽ എഴുതി കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ഫയലിൽ എഴുതി കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ, അപ്പൊ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഫയലിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഏരിയ ഓഫ് റെക്ടാംഗിളിന്റെ കേസ് പറഞ്ഞു. ഇപ്പൊ ഏരിയ ഓഫ് റെക്ടാംഗിളിന്റെ കേസ് ഞാൻ ഈ ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫയലിനകത്താണ് എഴുതി കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതൊക്കെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണോ അതിലെല്ലാം എനിക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു മെയിൻ പ്രോഗ്രാമിൽ ഞാൻ ആ ഫംഗ്ഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ മാത്രമേ എന്റെ ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഈ ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫയലിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഏരിയ ഓഫ് റെക്ടാംഗിളിൽ ഞാൻ ഏതൊക്കെ സി പ്രോഗ്രാം എഴുതുന്നോ അവിടെയൊക്കെ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ മീൻസ് no need to worry about how it works inside. അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്റേണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് പറയാണ്ടാത്തവർക്ക് അതിനെ പറ്റിയിട്ട് വറിഡ് ആവേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രിന്റ്എഫും സ്കാൻഎഫും നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് പ്രിന്റ്എഫും സ്കാൻഎഫും. നമ്മൾ ജസ്റ്റ് എന്താണ് ഈ പ്രിന്റ്എഫിനെയും സ്കാൻഎഫിനെയും യൂസ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരെങ്കിലും ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്, എനിക്ക് ഇതിന്റെ ഡെഫിനിഷൻ അറിയണമെന്ന് പറഞ്ഞു പോയി പ്രിന്റ്എഫിന്റെ സ്കാൻഎഫിന്റെ ഡെഫിനിഷൻ വല്ലതും എടുത്ത് നോക്കുന്നുണ്ടോ? ഇല്ല. അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യണ്ട, നോ നീഡ് ടു വറി അബൌട്ട് ഹൗ ഇറ്റ് വർക്ക്സ് ഇൻസൈഡ്. ഈ പ്രിന്റ്എഫിന്റെ സ്കാൻഎഫിന്റെ ഡെഫിനിഷൻ ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിനെ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഏരിയ ഓഫ്, ഇത് രണ്ടും ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്, നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ. ഇപ്പൊ ഏരിയ ഓഫ് റെക്ടാംഗിളിന്റെ കേസും ഞാൻ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഫയൽ എഴുതിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, എന്റെ ഏത് പ്രോഗ്രാമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യേണ്ട മതി, ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻസിനെ കോൾ ചെയ്താൽ മതി. എനിക്ക് ഈ ഫയൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഏരിയ ഓഫ് റെക്ടാംഗിളിൽ കോഡ് എഴുതിയിരിക്കുന്നതെന്നൊന്നും വന്ന് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എനിക്ക് ആ ഫംഗ്ഷൻസിനെ കോൾ ചെയ്ത് അതിന് യൂസ് ചെയ്താൽ മതി. അതിന്റെ ഇന്റേണലിൽ ഞാൻ എന്താണ് കോഡ് എഴുതി വെച്ചിരിക്കുന്നതെന്നും നമ്മളിങ്ങനെ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യമില്ല. അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഫംഗ്ഷൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് സിസ്റ്റത്തിൽ എങ്ങനെ റൺ ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഞാൻ എഴുതിക്കുന്നത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഏരിയ ഓഫ് റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ ഫംഗ്ഷന് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ കാണാനുള്ള ഒരു ഫംഗ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ്റെ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷനെ കൺസിഡർ ചെയ്യുമ്പം ആ ഫംഗ്ഷന് മെയിൻലി 3 കാര്യങ്ങളാണുള്ളത്: ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോളിംഗ്. ഇത് 3 നമ്മൾ ഇനിയുള്ള ഇൻകമിംഗ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മളപ്പോൾ ഫസ്റ്റ് ഒരു ഫംഗ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കാര്യമാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അത് നമ്മളുടെ മെയിൻ പ്രോഗ്രാമിന് പുറത്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മെയിൻ പ്രോഗ്രാമിന് പുറത്തുമാണ് കൊടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ടോപ്പിലുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ലേറ്റർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മളുടെ മെയിൻ പ്രോഗ്രാമിനകത്താണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ, ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുന്നത്. ഓക്കെ, മെയിൻ പ്രോഗ്രാമിനകത്താണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത്.
അതിനുശേഷം നമ്മൾ മെയിൻ പ്രോഗ്രാമിന് പുറത്ത് മെയിൻ പ്രോഗ്രാം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ മീൻസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനകത്താണ്, അതിൻ്റെ ബോഡിക്കകത്താണ് നമുക്ക് ചെയ്യേണ്ട ടാസ്ക്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏരിയ കാണേണ്ടത്, കോഡ് എഴുതി കൊടുത്തേക്കുന്നത്, എന്നിട്ട് അത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ആ വാല്യൂ നമ്മളിവിടെ ഏരിയയിൽ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് ആ വാല്യൂനെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ 30, 20 എന്ന് പറഞ്ഞ ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെ വാല്യൂ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? ഏരിയ ആറിലേക്ക് എന്ത് കിട്ടി? 600 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇവിടെ ഇപ്പോൾ ഞാൻ ഫംഗ്ഷൻ കോൾ മാത്രം ചെയ്താൽ മതിയോ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇല്ലെങ്കിലും ഇത് വർക്ക് ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് അതങ്ങ് ഡൗട്ടൊന്ന് നോക്കിക്കളയാം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തേക്കാം, ഞാൻ ജസ്റ്റ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എൻ്റെ 30, 20 വാല്യൂവിനെ പാസ് ചെയ്ത് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇല്ലെങ്കിലും കിട്ടുമോ നോക്കാം. ഇല്ല, ഇവിടെ എന്തൊക്കെയോ എറർ കാണിച്ചിരിക്കുന്നുണ്ട്. അൺഡിഫൈൻഡ് റെഫറൻസ് ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് കാണിച്ചു. കാര്യം ഇവിടെ കമ്പൈലർ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോള് കാണുമ്പോൾ ഈ ഫംഗ്ഷൻ കോളിൽ നമ്മൾ വാല്യൂസ് പാസ് ചെയ്തപ്പോൾ അതിന് ഈ ഫംഗ്ഷന് ടാസ്ക് ചെയ്യണ്ടേ, ആ ടാസ്ക് ചെയ്യാനുള്ള കോഡ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ആ കോഡില്ലാതെ പിന്നെ ഇതെങ്ങനെ ചെയ്യും? ഓക്കെ, അതുകൊണ്ടിട്ടാണ് നമുക്ക് എറർ കാണിച്ചത്. അപ്പം നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മസ്റ്റ് ആണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായല്ലോ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്തായാലും വേണം, കാരണം ഫംഗ്ഷൻ ഡെഫിനിഷൻ കോഡിനകത്താണ് നമുക്ക് ചെയ്യേണ്ട ടാസ്ക് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഒരു വട്ടമാണ് ഈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചേക്കുന്നത്. നമുക്ക് നമ്മളുടെ മെയിൻ പ്രോഗ്രാമിനകത്ത് എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് നമ്മളുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രിന്റ്എഫിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ്എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈബ്രറി ഫംഗ്ഷൻ ആണ്. ലൈബ്രറി ഫംഗ്ഷൻ ആയാലും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിലും ഏത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് എത്ര ടൈം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ആ ഫംഗ്ഷൻസിനെ ഒന്ന് കോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം എനിക്കിനി ഒരു വട്ടവും കൂടി ഞാൻ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പം അങ്ങനെ റിപ്പീറ്റഡ്ലി കോൾ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാം. ഞാനിപ്പം ഡയറക്റ്റ് ഇപ്പം ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ് ഇതിൽ വാല്യൂ കൊടുക്കാതെ ഞാൻ ഡയറക്റ്റ് വാല്യൂ അങ്ങ് പാസ് ചെയ്യുക. ഇനി അങ്ങനെ കൊടുത്താലും വല്ല പ്രശ്നമുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഇപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുക. ഞാൻ ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ് വേരിയബിളിലാക്കി വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാതെ ഡയറക്റ്റ് 2 വാല്യൂ അങ്ങ് കൊടുത്തേക്കുക. അപ്പം ഇങ്ങനെ കൊടുത്താലും വല്ല പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്ത് കിട്ടി? നമുക്ക് പുതിയ ഏരിയ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് വാല്യൂ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇനി ഇതൊക്കെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായ ഒന്നിൽ കൂടുതൽ വട്ടം നമുക്ക് ഇങ്ങനെ ഫംഗ്ഷനെ നമ്മുടെ പ്രോഗ്രാമിൽ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഫംഗ്ഷനായിട്ട് എഴുതാതെ നമ്മൾ ഇത്രയും ഈ സ്റ്റേറ്റ്മെന്റ് ഏരിയ കാണുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നെയാണ് എഴുതി കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാം നമ്മൾ ഇതുപോലെ ഏരിയ കാണുന്ന കോഡ് എഴുതി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതെന്ന് പറയുന്നത് ഭയങ്കര ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഏരിയ കാണുന്നത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുമ്പോൾ അതും ഇതും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷെ നമുക്കൊരു 100 ലൈനുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ 100 ലൈനിന് പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു വട്ടം ആ ഫംഗ്ഷനെ ഒന്ന് കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഫംഗ്ഷൻ കോള് ഈ ഫംഗ്ഷനെ ഒരു 10 എടുത്ത് യൂസ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പൊ ഞാനിങ്ങനെ ഫംഗ്ഷൻ എഴുതാതെ നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൽ തന്നെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഈ 100 ലൈൻ 10 വട്ടം എഴുതുക എന്ന് പറഞ്ഞാൽ അത് അപ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ഹ്യൂജ് ആയിപ്പോവും. അതേസമയം നമ്മൾ അതിനെ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതി കഴിഞ്ഞിട്ട് ആ വേണ്ടടുത്ത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കോൾ ചെയ്താൽ മതി. അപ്പൊ അതെന്താണ്? നമ്മളുടെ കോഡും എന്താണ് ചെറുതായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും.
അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനെ തന്നെ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും കോൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എത്ര യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഏരിയ ഓഫ് റെക്ടാങ്കിളിൻ്റെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് കൊടുത്തേക്കുന്നത്, ഫംഗ്ഷൻ ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു സ്ക്വയർ കാണാനുള്ള ഒരു ഫംഗ്ഷനും കൂടി കൊടുക്കാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ഒരു പ്രോഗ്രാമിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്താലും വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ പ്രോഗ്രാം ഇപ്പം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ പുതിയൊരു ഫംഗ്ഷനും കൂടി എന്ത് ചെയ്തേക്കാം, ഡിഫൈൻ ചെയ്തേക്കാം. അപ്പോൾ എനിക്ക് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും ഉണ്ട്, സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനും. അപ്പോൾ ഞാനിവിടെ 2 ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം ഫയലിൽ തന്നെ 2 ഫംഗ്ഷൻസ് യൂസ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാം. കോഡ് റൺ ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കിട്ടി, ഇപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയയും കിട്ടി. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം ഫയലിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രോബ്ലം ആയി. ഇനി നമുക്ക് വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത്, നമുക്ക് ഫങ്ഷൻ തന്നെ ഇപ്പം നമ്മളുടെ ഈ ഫങ്ഷൻ ഡെഫിനിഷനും നമ്മൾ ഫങ്ഷൻ കോളിങ്ങും എല്ലാം നമ്മൾ ഒരു ഫയലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഫങ്ഷൻ ഡെഫിനിഷനൊക്കെ വേറൊരു ഫയലിനകത്ത് എഴുതി വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ്റെ കോള് മാത്രം ഇവിടെ കൊടുത്തിട്ട് ഫംഗ്ഷൻ ഡെഫിനിഷനും ഡിക്ലറേഷനും എല്ലാം നമുക്കങ്ങ് കളയാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇപ്പം നമ്മളുടെ ഫംഗ്ഷൻ്റെ ആകെ ഉള്ളത് ഈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഒന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എൻ്റെ മെയിൻ പ്രോഗ്രാം ഫയൽ ഞാൻ കൊടുത്തിട്ടില്ല. പകരം ഞാൻ വേറൊരു സെപ്പറേറ്റ് ഏരിയ റെക്ടാങ്കിൾ ഡോട്ട് സി എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അവിടെയാണ് ഞാൻ എൻ്റെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിനി ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഞാൻ സെപ്പറേറ്റ് ഫയലിൽ എഴുതി എന്നിട്ട് ഞാനിപ്പം ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്ന് നോക്കാം. എനിക്ക് എന്ത് വന്നു, അൺഡിഫൈൻഡ് റെഫറൻസ് ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ പറഞ്ഞ എറർ വന്നു. കാര്യം ഞാനിവിടെ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കാം, ആ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനോ ഡെഫിനിഷനോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഞാൻ വേറൊരു ഫയലിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ഫയലിൽ ആ കണ്ടന്റ് ഉണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ് അതിലെ കണ്ടന്റ് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് എടുത്ത് വെച്ചാൽ മാത്രമേ ഈ ഫയലിനെ, എൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ള ഈ ഫയലിനെ ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ എറർ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രീ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്, ഹാഷ് ഇൻക്ലൂഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഹാഷ് ഇൻക്ലൂഡ് അപ്പോൾ ഞാനിപ്പം ഏരിയ റെക്ടാങ്കിൾ ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തേക്കാം, ഹാഷ് ഇൻക്ലൂഡ് വഴി പ്രീ പ്രോസസ്സർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കമ്പൈൽ ചെയ്യാൻ കൊടുക്കുമ്പോൾ പ്രീ പ്രോസസ്സർ ഈ ഫയലിൽ എന്ത് കണ്ടന്റ് ഉണ്ടോ ആ കണ്ടന്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ നോക്കാം. ഔട്ട്പുട്ട് കിട്ടുമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. നമ്മളുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ എവിടെ കൊടുത്തിട്ടില്ല, ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മളുടെ പ്രോഗ്രാം ഫയലിൽ കൊടുത്തിട്ടില്ല, അത് വേറൊരു ഫയലിലാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. എൻ്റെ കാര്യം ഞാൻ വേറെ ഫയലിൽ ഞാൻ കൊടുത്തു, എന്നിട്ട് ആ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡ് ഞാൻ പകരം കൊടുത്തു. ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനും ഫംഗ്ഷൻ ഡിക്ലറേഷനും ഇല്ല, പകരം ഞാനൊരു ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എൻ്റെ പ്രോഗ്രാം സക്സസ്ഫുള്ളി റണ്ണായി. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഫംഗ്ഷൻ വേറെ സെപ്പറേറ്റ് ഫയൽസിൽ എഴുതി കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഏതൊക്കെ പ്രോഗ്രാം ഫയലിൽ ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു 2-3 ഡൗട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളിലാണ് ഇട്ടേക്കുന്നത്, പക്ഷെ നമ്മുടെ ഫയലിൻ്റെ പേര് നമ്മൾ ഡബിൾ കോട്ട്സിലാണ് കൊടുത്തേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. അതിനുള്ള വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു ഡൗട്ട്, നിങ്ങളിപ്പോൾ ഹാഷ് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ പ്രീ പ്രോസസ്സർ ഇതിലെ കണ്ടന്റ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞു.
അപ്പോൾ അതിലെ കണ്ടന്റ് എന്താണ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണുള്ളത്. അപ്പോൾ ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ ഈ പ്രോഗ്രാമിലപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇല്ലാഞ്ഞിട്ടും നമ്മളുടെ പ്രോഗ്രാം എന്ത് ചെയ്തു, റൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയുള്ള വീഡിയോസിൽ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ വീഡിയോസിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.